കോഴിക്കോട് ചെറുവണ്ണൂരിലെ ആസിഡാക്രമണത്തിൽ ബാലുശ്ശേരി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പരിക്കേറ്റ പ്രവിശ്യയുടെ കുടുംബം. ലഹരിക്കടിമയായ പ്രതി പ്രശാന്തിനെതിരെ 8 തവണ പരാതി നൽകിയിട്ടും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഉപദേശിക്കുക മാത്രമാണ് ചെയ്തതെന്ന് മാതാവ് സ്മിത പറഞ്ഞു. നേരത്തെ ഷിബില കൊലക്കേസുമായി ബന്ധപ്പെട്ടും ഭർത്താവിനെതിരെ നിരന്തരം പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത SIക്ക് സസ്പെൻഷൻ ലഭിച്ചു. പതിമൂന്ന് വർഷം മുമ്പാണ് പ്രവിശ്യയും പ്രശാന്തും വിവാഹിതരാകുന്നത്. പിന്നീടാണ് പ്രശാന്ത് ലഹരിക്ക് അടിമയാണെന്ന് മനസ്സിലായത്. 7 വർഷം മുമ്പ് ഇരുവരുടെയും മൂത്ത മകനെ പ്രശാന്ത് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തീ കൊളുത്താനുള്ള ശ്രമം തടഞ്ഞതിനാൽ മകനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. 8 തവണ ബാലുശ്ശേരി പോലീസിൽ പരാതിയുമായി എത്തിയെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ലെന്ന് പ്രവിശ്യയുടെ മാതാവ്. പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്ത ബാലുശ്ശേരി സ്റ്റേഷനിലാണ്. ഞങ്ങളെ പരാതികൾ ഒരു 5-8 പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നേരം ഞങ്ങൾ പോയി പരാതി കൊടുക്കൂ, ഓനെ പിടിക്കൂ. ഞാളിങ്ങ് ഇറങ്ങുന്നേരം ഓനെയും ഇറക്കൂ. പിന്നെ അതിനെപ്പറ്റി വേറെ ഒന്നുമില്ല. 5-8 പ്രാവശ്യം കേസ് കൊടുത്തിട്ടും വാണിങ്ങി വിട്ട് അവനെ വിടുകയാണ് അവർ ചെയ്യുന്നത്. മോർഫ് ചെയ്ത അശ്ലീല വീഡിയോകൾ പലതവണ പ്രവിശ്യയ്ക്ക് അയച്ചു നൽകി ഭീഷണിപ്പെടുത്തി. വിവാഹബന്ധം വേർപ്പെടുത്തിയെങ്കിലും ഒന്നിച്ചു ജീവിക്കണമെന്നായിരുന്നു ആവശ്യം. 2 ദിവസം മുമ്പും പ്രവിശ്യയെ പിന്തുടർന്നെത്തി ആക്രമിക്കാൻ ശ്രമിച്ചു. ഓളെ മുഖം വെച്ചിട്ട് മറ്റുള്ള ഓരോ രൂപങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് അത് ഓളെ ഫോണിലേക്കല്ല വേറൊരുത്തരുടെ ഫോണിലൊക്കെ കണ്ടിട്ട് ഓളോട് ഇങ്ങനെ പറയും, എന്നെപ്പറ്റി ഇങ്ങനെ പല വീഡിയോ വരുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ. അവരോട് എന്ത് ചെയ്യാനാ? അന്നേരം ഓൾ ഒരിക്കലും പോയിട്ട് പരാതി കൊടുത്തിരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബേൺ ICUവിൽ ചികിത്സയിലാണ് പ്രവിശ്യ. അപകടനില തരണം ചെയ്തു എന്നത് ആശ്വാസകരമാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയുമാണ്. 24 കോഴിക്കോട്. സ്വന്തം ഭാര്യയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ നാട്ടുകാർക്ക് അയച്ചു കൊടുത്ത് പ്രതിയെ വിളിച്ചിരുത്തി ഉപദേശിച്ചു വിടുന്ന പോലീസ്. അത് വല്ലാത്ത പോലീസ് തന്നെയാണ്. സമാനമായ നേരത്തെ ഷിബില കൊലക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി യാസറിനെതിരെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയെടുത്തിരുന്നില്ല പോലീസ്. ഒടുക്കം ഷിബിലയുടെ ജീവനാണ് ആ നടപടിയെടുക്കായ്മയ്ക്ക് പകരം കൊടുക്കേണ്ടി വന്നത്.